الله ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ എല്ലാ വക സംവിധാനങ്ങളിലൂടെയും നമ്മുടെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സ്നേഹനിധികളായ കുട്ടികളെ, അതുപോലെ എന്റെ മുമ്പിലുള്ള സഹോദരന്മാർ, അടുത്ത മജ്‌ലിസിലുള്ള സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിൽ അല്ലാഹു തൃപ്തിപ്പെട്ട അമലായി ഖബൂൽ ചെയ്യട്ടെ. ക്ലാസ് റൂമിലും അതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാരുടെ മജ്‌ലിസിലും നന്നായി കേൾക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്ലാസ് റൂമുകൾ ശരിക്കും കേൾക്കുന്നുണ്ടല്ലേ? ക്ലാസ് റൂമിലൊക്കെ ശരിക്കും കേൾക്കുന്നുണ്ടല്ലോ? ഉണ്ട്, അൽഹംദുലില്ലാ. പിന്നെ ചില ചോദ്യങ്ങൾ. ഉസ്താദെ, കുറിയിൽ കൂടാമോ? ഓക്കെ. വിളിക്കുറിയിൽ കൂടാമോ എന്ന് ചോദിച്ചാൽ പാടില്ല എന്നാണ്. വിളിക്കുറി എന്ന് പറഞ്ഞാലേ പിന്നെ ഒരു നിശ്ചിത സംഖ്യ ഓരോ മാസവും അടക്കുക. ആ കുറിന്റെ നേർക്ക് ഒരു സംഖ്യ ഉണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മാസത്തിൽ 1000 കൊടുക്കുക. അപ്പൊ 12 മാസം ആവുമ്പോ 12,000 ഉണ്ടാവും. അങ്ങനെ ഓരോ മാസവും ഒരു മരത്തിന് 1000 രൂപയാണ്. ഒരു ഉദാഹരണം പറയാണ്. അങ്ങനെ 12 മാസത്തിൽ ഓരോ 1000 രൂപ ആകുമ്പോൾ 12,000 ഉണ്ടാവും. അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള ആള് എന്ത് ചെയ്യും? 12,000 അവൻ അടക്കണം. പക്ഷെ അവന് ബുദ്ധിമുട്ടുള്ള സമയത്ത് അത് അതിനേക്കാൾ ചുരുക്കി വിളിക്കുക. അത് ഒരാൾ 12,000 പറഞ്ഞു, വേറെ 11,000 പിന്നെ 10 ഏറ്റവും ചുരുങ്ങിയ വിളിക്കുക. ആരാണോ ഉറപ്പിക്കുന്നത്, ആരാ വിളിക്കുന്നെങ്കിൽ അയാൾക്ക് പൈസ കൊടുക്കുക. അപ്പൊ അയാൾ അടയ്ക്കേണ്ടുന്ന സംഖ്യ 12,000, ഓരോ മാസം 1000 ആയിരിക്കും. പക്ഷെ അയാൾക്ക് ലഭിക്കുന്നതോ, അയാൾക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് അയാൾ വിളിച്ചെടുക്കാൻ അയാൾക്ക് ലഭിക്കുന്നത് ചിലപ്പോൾ 6,000, 7,000 ആയിരിക്കും അയാൾ വിളിച്ചെടുക്കുന്നത്. അപ്പോൾ അയാൾ അടച്ചതിനേക്കാളും ചെറിയൊരു സംഖ്യ മാത്രമാണ് അയാൾക്ക് തിരിച്ചു കിട്ടുന്നത്. ബാക്കിയുള്ള പൈസ ഉണ്ടല്ലോ, അയാൾ 12,000 അടക്കമില്ല. ആ ബാക്കിയുള്ള പൈസ ആ കുറിയിൽ കൂടെ വേറെ ആളുകൾക്ക് അവിടെ ഓടിച്ചെടുക്കുകയും ചെയ്യും. അപ്പോ അവിടെ ചില ആളുകൾക്ക് അവർ അടച്ചതിനേക്കാൾ കൂടുതൽ കിട്ടുന്നു. ഈ വ്യക്തിക്കാണെങ്കിലോ അടച്ചത്ര ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പലിശയാണ്, ഹറാമാണ്. അങ്ങനെയുള്ള കുറിയിൽ കൂടാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്താ ഷാജഹാന്തിന് കുറവുണ്ട്, നമുക്ക് ക്ലിയർ കുറവുണ്ടോ? എന്താ ഷാജഹാന്ത് ഇവിടെ അല്ലേ? പിന്നെ ഇവിടെ ഗുഡ്നാണ്. ഓക്കെ. പിന്നെ മറ്റൊരു ചോദ്യം, ഏകദേശം കുറിയിൽ കൂടാൻ പാടില്ല എന്നർത്ഥം. അത് പലിശയാണ്. അത് പലിശ സംബന്ധമായ ഒരു ഇടപാടാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഹജ്ജിന്റെ വാജിബാത്ത് ഉപേക്ഷിച്ചാൽ അറവ് വേണമല്ലോ, ഇത് മക്കത്ത് വെച്ച് തന്നെ വേണോ? അവിടെ വെച്ച് അറുക്കാത്തവർ എന്ത് ചെയ്യണം? മക്കത്ത് വെച്ച് തന്നെ ആയിരിക്കണം. ഹജ്ജ് സംബന്ധമായ അറവ് പിന്നെ മക്കയിലെ ഏതെങ്കിലും ഹറമിൽ വെച്ചായിരിക്കണം. മക്കയിലെ ഹറം പ്രദേശത്തിൽപ്പെട്ട ഏതെങ്കിലും സ്ഥലത്ത് വെച്ചായിരിക്കണം അതിന്റെ അറവ്. ഏറ്റവും നല്ലത് ഹജ്ജ് സംബന്ധമായ അറിവ് മിനയിൽ വെച്ചും മറ്റൊരു മറുപടിയിൽ വെച്ചും എന്ന് സാധാരണ പറയാറുണ്ടല്ലോ. ഏതായാലും ശരി, അത് മറുപടി ആയാലും ശരി, ഇനി മിനായാലും ശരി, അതൊക്കെ ഹറമാണ്. അപ്പൊ ഹജ്ജിന്റെ വാജിബാത്ത് സംബന്ധമായതും അല്ലാത്തതുമായ അറിവുകൾ ഹറമിൽ വെച്ച് തന്നെയായിരിക്കണം. ഹറമിലെ ഫഖീർ മിസ്കിന്മാർക്കാണ് ഇത് ഓഹരി ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അവിടെ ചേർക്കാൻ സാധിക്കാത്തവരെന്ത് ചെയ്യണം? അവിടെ ചേർക്കാൻ സാധിക്കാത്തവരെ ആരെയും വക്കായത്താക്കുക, ആരെയും അവിടെ ചേർക്കാൻ വേണ്ടി വക്കായത്താക്കുക. അപ്പൊ അതാ അവിടെ ചെറുക്കാത്തവർ എന്ത് ചെയ്യണം? അറുക്കാത്തവർ പറഞ്ഞല്ലോ. മറ്റൊന്ന്, മയ്യത്തിന്റെ മുഖം തുറന്നിട്ട് നിസ്കരിക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? എന്റെ സഹോദരിമാര് ഒരു കാര്യം മനസ്സിലാക്കാൻ ഞാൻ പറയാണ്. പിന്നെ നിങ്ങളിവിടെ 2 മണിക്ക് വന്നതാണ്. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ പോകൽ നിർബന്ധമുള്ള ആളുകളുണ്ടാവും. നിങ്ങൾക്ക് പോകട്ടെ, അതുകൊണ്ട് യാതൊരു വിരോധമില്ല. പിന്നെ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ടീച്ചറോട് ഒന്നുകൂടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ നിങ്ങൾക്കത് ശരിക്ക് വിശദീകരിച്ചു തരും. ഇതൊക്കെ നിങ്ങളുടെ ഇവിടെ പറയുന്ന വിഷയങ്ങളൊക്കെ പലതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർബന്ധമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയങ്ങളായിരിക്കും. അതുകൊണ്ട് അത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.
അതേസമയത്ത് നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ പെട്ടെന്ന് പോകേണ്ടി വരും, അതിനുള്ള നിർബന്ധം ഉണ്ടാവും, അതുകൊണ്ട് പോകുന്നതുകൊണ്ട് വിരോധവും ഇല്ല എന്നറിയിക്കാം. പിന്നെ മറ്റൊന്നത് മയ്യത്തിന്റെ മുഖം തുറന്നിട്ട് നിസ്കരിക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? മയ്യത്തിന്റെ മുഖം തുറന്നിട്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞാല് മയ്യത്ത് നിസ്കാരം സഹിയാകണമെങ്കിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ? മയ്യത്ത് കുളിപ്പിക്കലാണ് ഷർത്തുള്ളത്. മയ്യത്ത് കുളിപ്പിച്ചതിന് ശേഷം നിസ്കരിക്കുന്നത് സഹിയാകുള്ളൂ. അതേസമയത്ത് കഫൻ ചെയ്തതിന് ശേഷം നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം, ഏറ്റവും നല്ല അതാണ്. കഫൻ ചെയ്യുന്നതിന് മുമ്പായി നിസ്കരിക്കൽ എന്താണ്? കറാഹത്താവുന്നു. അപ്പൊ മയ്യത്ത് നിസ്കരിക്കണമെങ്കിൽ അതിന്റെ സമയം കിടക്കുന്ന എന്ത് വേണം? മയ്യത്തിന്റെ കുളിപ്പിക്കൽ കഴിയണം. എന്നാൽ കഫൻ ചെയ്യാൻ എന്ത് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റും, പക്ഷെ കറാഹത്താണ്. പിന്നെ കറാഹത്തില്ലാതെ ഉള്ള രൂപം എങ്ങനെയാണ്? കഫൻ ചെയ്യുമ്പോഴും കഴിഞ്ഞ ശേഷം മയ്യത്ത് നിസ്കരിക്കുക, അതാണ് ഏറ്റവും ഉത്തമം. അല്ലാതെ കഫൻ ചെയ്യുന്നതിന് മുമ്പ് നിസ്കരിക്കൽ കറാഹത്താണ്. എന്നാൽ കഫൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ മയ്യത്ത് നിസ്കരിക്കാൻ സമയത്ത് മുഖം തുറന്നിട്ട് അന്നലോ അവിടെ രണ്ടഭിപ്രായമുണ്ട്. അതായത് മയ്യത്തിന് ഈ കഫൻ ചെയ്യൽ മയ്യത്തിന്റെ ഔറത്ത് മാത്രം മറച്ചാൽ മതിയോ, അതല്ല മയ്യത്തിന്റെ ശരീരം മുഴുവൻ മറക്കണോ? അവിടെ രണ്ടഭിപ്രായം ഉണ്ട്. ശാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് മയ്യത്തിന്റെ ശരീരം മുഴുവൻ മറക്കണമെന്നാണ്. എന്നാൽ പ്രബലമല്ലാത്ത അഭിപ്രായം അനുസരിച്ച് മയ്യത്തിന്റെ ഔറത്ത് മാത്രം മറച്ചാലും മതി എന്നാണ്. അപ്പോ കഫൻ ചെയ്തൊക്കെ കഴിഞ്ഞത് അവർക്ക് മുഖം മറച്ചിരുന്നു, മുഖം തുറട്ടാൽ അവർക്കും പുരുഷന്റേതാവുമ്പോ കുട്ടികൾക്കാൻ തരാനുള്ള സ്ഥലമാണല്ലോ ഔറത്തിലെ. സ്ത്രീൻ്റെതാവുമ്പോ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള സ്ഥലവുമാണ് ഔറത്ത്. പക്ഷേ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് കഫൻ ചെയ്യുമ്പോൾ ശരീരം മുഖം മറക്കണം എന്നാണ്. എന്നാൽ പ്രബലമല്ലാത്ത ഷാഫി മദ്ഹബിൽ തന്നെ പ്രബലമല്ലാത്ത അഭിപ്രായം അനുസരിച്ച് ഔറത്ത് മാത്രം മറച്ചാൽ മതി. അപ്പൊ ആ അഭിപ്രായം അനുസരിച്ച് മയ്യത്ത് സമയത്ത് മുഖം തുറന്നിട്ട് നിൽക്കുക, എന്നാൽ അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ കറാഹത്തിനില്ല ഈ അഭിപ്രായം അനുസരിച്ച്. അതേസമയത്ത് ശരീരം മുഴുവൻ മറക്കലെ കഫൻ ചെയ്യലായി കൂട്ടി, അങ്ങനെ ആകുമ്പോഴോ പിന്നെ മുഖം തുറന്നിട്ട് നിസ്കരിക്കലപ്പോ കറാഹത്തുമാകും. മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ? മനസ്സിലാക്കുള്ള നമുക്കല്ലേ? ഈ സഹോദരന്മാർക്ക് മനസ്സിലായല്ലോ, ക്ലാസ് റൂമിലെ ആളുകൾക്ക് മനസ്സിലായല്ലോ. മയ്യത്ത് നിസ്കാരം സഹീഹാകണമെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കൽ കഴിഞ്ഞാൽ മതി, കഫൻ ചെയ്യണം എന്നില്ല. എന്നാൽ കഫൻ ചെയ്യുന്നതിന്റെ മുമ്പ് മയ്യത്ത് നിസ്കരിക്കൽ കറാഹത്താകുന്നു. മനസ്സിലായല്ലോ? ഇനി കഫൻ ചെയ്ത് എന്ന് പരിഗണിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ശരീരം മുഴുവൻ മറക്കണം, മുഖം അടക്കം എല്ലാം മറക്കണം, എന്നാലേ കഫൻ ചെയ്യലാകൂ. എന്നാൽ പ്രബലമല്ലാത്ത അഭിപ്രായം അനുസരിച്ച് ശരീരം മുഴുവൻ മറച്ചാലും എന്നില്ല, ഔറത്ത് മാത്രം മറച്ചാൽ മതി. ആ അഭിപ്രായം അനുസരിച്ച് മുഖം തുറന്നിട്ട് നിസ്കരിക്കൽ കറാഹത്തല്ല. മനസ്സിലായിട്ടുണ്ടാവില്ല? അങ്ങേറിന് മനസ്സിലായല്ലേ ഈ പറഞ്ഞൊക്കെ? ആയിക്കോട്ടെ, എന്തില്ല അങ്ങേറ മോശാക്കൊന്നും കേട്ട നിങ്ങൾ അങ്ങനെ ആരും കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങേര് മനസ്സിലായിട്ടില്ല, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനല്ല. ആയിക്കോട്ടെ. പിന്നെ മറ്റൊന്ന് തുക്റഹുസ്സലാത്തു അലൈഹി, മയ്യത്തിന്റെ മേൽ നിസ്കരിക്കൽ കറാഹത്താക്കപ്പെടും ഖബ്ലത്തുഫീനി, കഫൻ ചെയ്യുന്നതിന് മുമ്പ്. ലാകിന്നഹ, പക്ഷേ സൈദാകും, കറാഹത്താണ്. കഫൻ ചെയ്യുന്ന ഏറ്റവും ചുരുങ്ങിയത് സോജുന്നത് വസ്ത്രമാണ്. ഔറത്ത് മറക്കുന്ന വസ്ത്രമാണ് എന്നൊരു അഭിപ്രായം. ഔ ജമീഅൽ ബദനി, അല്ലെങ്കിൽ ശരീരം മുഴുവൻ. അങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ നമ്മൾ നേരത്തെ വിശദീകരിച്ച് പറഞ്ഞല്ലോ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി വേറൊരു ചോദ്യം. മൂസാ നബിയുടെ ഉമ്മയുടെ പേരെന്താണ്? റഹ്മാനായ റബ്ബ്. ഇത് ചോദ്യം മോശമാണ് പറയണ്ട കേട്ടോ. ഇത് നമ്മളൊരു ഫിഖ്ഹി ചർച്ചയുണ്ട്, ഫിഖ്ഹ് സംബന്ധമായ ചോദ്യങ്ങൾ. അതിന് മറുപടിയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. പിന്നെ മൂസാ നബിന്റെ ഉമ്മാന്റെ പേര് എന്താണെന്നുള്ളത് നമുക്കറിയാൻ നിർബന്ധമുള്ളൊരു വിഷയം അല്ല. മുസ്ലിങ്ങളായ നമുക്ക് അറിയാൻ നിർബന്ധമുള്ള വിഷയമല്ല മൂസാ നബിന്റെ ഉമ്മാന്റെ പേരെന്താണ്. ഇപ്പൊ പഠിച്ചിട്ട് വിരോധമില്ല, ചോദിക്കുന്നത് കൊണ്ട് വിരോധമില്ല. ചില ക്വിസ് മത്സരങ്ങളുണ്ട്. ആ ക്വിസ് മത്സരത്തിൽ ഈ നെറ്റിൽ തന്നെ പരിശോധിക്കുമ്പോൾ വലിയ നിലനിൽക്കുക. അതൊക്കെ ക്വിസ് എന്തെയും ചോദ്യത്തിൽ കൊടുക്കും, എന്നിട്ട് അത് ആളുകളിൽ നിന്ന് ചോദിക്കും. അത് ആളുകൾക്ക് അങ്ങനെ അറിഞ്ഞാന്നില്ലല്ലോ. ഇത് എത്ര വലിയ മൂല്യരാണെന്ന് വെച്ചിട്ട് അങ്ങനെ അറിഞ്ഞോളന്നില്ല. മൂസാ നബിയുടെ ഉമ്മാനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ കാണാം. ഉമ്മി മൂസ എന്നാണ് ഖുർആനിൽ കാണും. മൂസാ നബിന്റെ ഉമ്മാക്ക് അല്ലാഹു വഹി അറിയിച്ചുകൊണ്ട് ആ കുട്ടിയെ തെറ്റിയാക്കണമെന്ന് എന്നിട്ട് അയ്യതി കൊണ്ട് കാണിട്ട് വഹി അറിയിച്ചു, തോന്നിപ്പിച്ചു എന്നൊക്കെ. അത് ഉമ്മാന്റെ പേര് ഖുർആനിൽ അവിടെ ഇല്ല. മൂസാ നബിന്റെ ഉമ്മയുടെ പേര് ഖുർആനിലില്ല.
മൂസന്റെ ഉമ്മ എന്ന വാക്കാണുള്ളത്. അപ്പൊ ഖുർആനിൽ ഉമ്മി മൂസ എന്നുണ്ട് അല്ലേ? എന്നാൽ അതേ സമയത്ത് പിന്നെ ആ ഉമ്മാന്റെ പേരെന്താണ് എന്നില്ല. പിന്നെ ആ പേര് കിട്ടുന്ന നമുക്ക് എന്തൊരു മാർഗമുള്ളത്? വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമാണ് ഹദീസ്. അപ്പൊ ഹദീസിൽ കാണണം ആ ഉമ്മി മൂസന്റെ ഉദ്ദേശം ഇന്ന ആളാണ് എന്ന് ഹദീസിൽ കാണും. എന്നാൽ ഹദീസിലും ഇല്ല. മൂസാ നബിയുടെ ഉമ്മാന്റെ പേരെന്താണ്? ഹദീസിലും ഇല്ല. അപ്പൊ ഖുർആനിലും ഇല്ല, ഹദീസിലും ഇല്ല. പിന്നെ ഒരു മാർഗം ഉണ്ട് അല്ലേ? മൂസാ നബിയുടെ ഉമ്മാന്റെ പേരെന്താന്ന് എടുക്കാനുള്ള ഒരു മാർഗം തൗറാത്തിലോ ഇഞ്ചിയിലോ ഉണ്ടാവുക. തൗറാത്ത് ഇഞ്ചിയിലൊക്കെ ഭേദഗതി വ്യക്തപ്പെട്ടിരിക്കുന്നു. എന്നാലും ശരി പിന്നെ ഖുർആനോടും സുന്നത്തിനോടും ഹദീസിനോടും എതിരല്ലാത്ത എന്തെങ്കിലും പിന്നെ തൗറാത്തിൽ കാണുകയാണെങ്കിൽ അത് വിശ്വസിക്കുന്നതിനെക്കൊണ്ടും ഭേദമില്ലാന്നാണ് നമ്മുടെ ഉലമാക്കൾ പറഞ്ഞത്. ഖുർആനോടും ഹദീസിനോടും എതിരല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ തൗറാത്തിൽ കണ്ടു നിൽക്കുക, അല്ലെങ്കിൽ ഇഞ്ചിയിൽ കണ്ടു നിൽക്കുക, എന്നാൽ അത് വിശ്വസിക്കുന്നത് കൊണ്ട് വിരോധമില്ല. അതേസമയത്ത് ഖുർആനിലും ഹദീസിനും എതിരുള്ളത് കണ്ടാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത് ഭേദഗതി വ്യക്തപ്പെട്ട ഗ്രന്ഥമാണ്. എന്നാൽ ഭേദഗതി വ്യക്തപ്പെട്ട ആ തൗറാത്തിലും ഇഞ്ചിയിലും അതും ഇല്ല മൂസാ നബിയുടെ ഉമ്മാന്റെ പേര് എന്നാണ് എന്റെ അറിവ്. ഇന്നത്തെ ഭേദഗതി വ്യക്തപ്പെട്ട തൗറാത്തും ഇഞ്ചിയിലുണ്ടല്ലോ, അതിലും ഇല്ല മൂസാ നബിയുടെ ഉമ്മാന്റെ പേരെന്താണ് എന്നുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അങ്ങനെ മനസ്സിലാക്കാനുള്ള കാരണം ഈ പല അതിനെക്കുറിച്ച് ചർച്ച നടക്കുന്ന സ്ഥലത്ത് പല അഭിപ്രായങ്ങളെ പറഞ്ഞത്. അതേസമയത്ത് തൗറാത്തിലോ ഇഞ്ചിയിലോ അങ്ങനെ ഉമ്മാന്റെ പേരുണ്ടെങ്കിൽ പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പറ്റില്ലോ. പിന്നെ ഏതായാലും ശരി ഈ മൂസാ നബിയുടെ ഉമ്മാന്റെ പേര് ചേർത്ത് തന്നെ കാണാനുണ്ട്. അതൊക്കെ ഇസ്രായേലിയാത്താണെന്നാണ്. അത് ദൂതന്മാർ കെട്ടിത്തന്നിട്ടുണ്ടാക്കിയ കുറെ പേരുകൾ എന്നാണുള്ളതിനാണ്. ഇന്ന ഇസ്മ ഉമ്മി മൂസ അലൈഹിസ്സലാം, മൂസാ നബിയുടെ ഉമ്മാന്റെ പേര് വഖറ ഫീഹി ഉലമാഉ ഇദ്ദത അഖ്വാലിൻ, ഉലമാക്കൾ അതിൽ പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞ മൂസാ നബിയുടെ പേര് ഇന്നതാണ്, ചിലർ പറഞ്ഞ് വേറെ അങ്ങനെയാണ്. പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇറാഖിക്ക ഇത് വേറെ സ്ഥലങ്ങളൊക്കെ പിന്നെ നോക്കാനാണ് പറയുന്നത്. പിന്നെ ഏതായാലും ശരി വകുല്ലുഹാ ഇസ്രായേലിയാത്തിനാണ്. അതെല്ലാം പല പേരും മൂസാ നബിയുടെ ഉമ്മാനെ കുറിച്ച് പറഞ്ഞു. അതൊക്കെ ഇസ്രായേലിയാത്ത് ജൂതന്മാർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഓരോ പേരുകളാണെന്നാണ്. ഫഖീല അങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു. ഇസ്മുഹം മൂസാ നബിയുടെ ഉമ്മാന്റെ പേര് പിന്നെ അയാറഹ എന്നാണ് അങ്ങനെ അഭിപ്രായമുണ്ട്. അയാഹ് എന്നാണ് എന്ന് വേറെ അഭിപ്രായമുണ്ട്. പിന്നെന്താണ് ബുഹാനിന് അങ്ങനെ വേറെ അഭിപ്രായമുണ്ട്. പിന്നെ ബാബൂന എന്നാണ് പല അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും ശരി മൂസാ നബിയുടെ ഉമ്മാന്റെ പേരിന്റെ പേരിലാണ് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. അതൊക്കെ എന്തൊന്നും ഖുർആനിലും ഹദീസിലോ അല്ലെങ്കിൽ ഭേദഗതി വ്യക്തപ്പെടുകയോ എങ്കിലും ചെയ്ത തൗറാത്തിലോ ഇഞ്ചിയിലോ ഉള്ളതല്ല, എല്ലാം ഇസ്രായേലിയാത്താണ് എന്ന് സഹോദരിമാർ മനസ്സിലാക്കുക. ചോദിച്ച ആൾ പ്രത്യേകമായി മനസ്സിലാക്കുക. പല അഭിപ്രായമുണ്ട്. ചിലർ പറഞ്ഞ മൂസാ നബിയുടെ ഉമ്മാന്റെ പേര് അയാറഹ എന്നാണ്, ചിലർ അയാഹ് എന്നാണ്, ഏതായാലും ഇല്ലാത്തൊരു ഇതില്ലേ ഈഹാനിദ് എന്നാണ് എന്നൊരു അഭിപ്രായം, ബാബൂന എന്നാണ് വേറൊരു അഭിപ്രായം. അപ്പൊ എന്തൊരു വിഷയം എന്തൊരു ആവട്ടെ, അത് അത്ര പഠിക്കുന്നതൊരു വിഷയമല്ല. പിന്നെ മറ്റൊന്ന് ഒരു ചോദ്യം, ഉംറയിൽ നിന്ന് തഹ്ലീലാകുന്നതിന് മുമ്പ് കൂടെയുള്ളവരുടെ മുടി ഇന്നലെ വന്ന ചോദ്യമാണ്. ഇന്നലെ വന്ന ചോദ്യം നമ്മളെ വിശദീകരിച്ച് പറയാന്ന് പറഞ്ഞതായിരുന്നു. ഉംറയിലെ തഹല്ലുലാവുന്ന മുമ്പായിട്ട് വേറൊരാളെ മുടി ഈ ഇഹ്റാമിലുള്ള ആൾക്ക് കളയാൻ പറ്റുമെന്ന് അവിടെ പിന്നെ മനസ്സിലാക്കേണ്ടത്, ഇഹ്റാമിൽ ഉള്ള ഒരാൾ ഇഹ്റാം കെട്ടിയ മുടി കളയുന്നതിനെ കുറിച്ച് ആ വിഷയം അറിയാലല്ലേ. മുടി കളയുകയോ നഖം വെട്ടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ നഖം മുറിക്കാൻ പാടില്ല, മുടി നീക്കം ചെയ്യാൻ പാടില്ല, എണ്ണ ഒന്നും പൂശാൻ പാടില്ല, തലയിലൊന്നും എണ്ണടാൻ പാടില്ല, സുഗന്ധദ്രവ്യം പൂശാൻ പാടില്ല, ചുറ്റുചുന്നായപ്പെട്ട വസ്ത്രം ധരിക്കാൻ പാടില്ല. ഇങ്ങനെ പല നിയമങ്ങളുണ്ടല്ലോ. ഇഹ്റാം ചെയ്താൽ ഹറാമാവുന്ന പല കാര്യങ്ങളുണ്ട്. ഇഹ്റാം ചെയ്താൽ ഹറാമാവുന്ന കാര്യങ്ങൾ രണ്ട് വിധേനയാണ്. ഒന്ന് നശിപ്പിക്കലാണ്, ഒന്ന് സുഖം അനുഭവിക്കലാണ്. മുടി നീക്കം ചെയ്യാൻ മുഖം ഒറ്റുക പോലത്തത് നശിപ്പിക്കലാണ്. അത് അറിവില്ലാതെ ചെയ്താലും മറന്നു ചെയ്താലും കരുത്തിക്കൂട്ടി ചെയ്താലും ഒക്കെ ഫിദിയ കൊടുക്കണം എന്നാണ്. മനസ്സിലായല്ലേ? മറന്നു ചെയ്താലും പിന്നെ അറിവില്ലാതെ ചെയ്താലും പിന്നെ കരുത്തിക്കൂട്ടി ചെയ്താലൊക്കെ ഫിദിയ കൊടുക്കണം. ഏത് നശിപ്പിക്കുന്ന കാര്യമാവുണ്ട്.
മുഖം വെട്ടുക, മുടി നീക്കം ചെയ്യുക പോലത്തെ കാര്യം ചെയ്താൽ. നേരെ മറിച്ച് അനുഭവിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഇപ്പൊ എണ്ണ പൂശുക, അത് നശിപ്പിക്കലല്ല, അത് നമ്മൾ അനുഭവിക്കണം. അത് പിന്നെ കരുതിക്കൂട്ടി ചെയ്താൽ മാത്രമേ ഫിദിയുള്ളൂ, മറന്നു ചെയ്ത് നിൽക്കുന്ന ഫിദിയില്ല. അല്ല സുഗന്ധം പൂശുക, അത് നശിപ്പിക്കലല്ല, അതൊരു അനുഭവിക്കലാണ്. അപ്പൊ അതൊന്ന് കരുതിക്കൂട്ടി ചെയ്താലേ ഫിദിയുള്ളൂ, അത് മറന്നു ചെയ്താലോ അറിയില്ല ചെയ്താലൊന്നും ഫിദിയില്ല. അപ്പൊ ഇവിടെ ചോദ്യം മുടി നീക്കം ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പൊ മുടി ആരെ നീക്കം ചെയ്ത, ഈ ഇഹ്റാം ചെയ്ത ആളുടെ മുടി നീക്കം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇഹ്റാം ചെയ്ത ആൾ അയാളുടെ തന്നെ മുടി നീക്കം ചെയ്യുക, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അത് ഒരു മുടിയാണ് നീക്കം ചെയ്തത്, അതല്ലെങ്കിൽ ഒരു നഖാണ് വെച്ചത്. എന്നാൽ ഒരു മുദ്ദ് ഭക്ഷണം ഫഖീർ മിസ്കിന്മാർക്ക് കൊടുക്കുക, അതാണ് മസല. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 650 ഗ്രാം അരിയോ ഗോതമ്പോ എന്തെങ്കിലും പിന്നെ ഹറമിലെ ഫഖീർമാർക്ക് കൊടുക്കുക. ഒരു മുടിയാണ് നീക്കം ചെയ്തിരിക്കുന്നത്, അതല്ലെങ്കിൽ ഒരു നഖാണ്, ഒരു കൈ വരലിന് നഖാണ് വെച്ചിരിക്കണമെങ്കിലും. നേരെ മറിച്ച് 2 മുടി നീക്കം ചെയ്താൽ 2 മുദ്ദാണ് കൊടുക്കേണ്ടത്. 2 നഖം വെട്ടിയാൽ രണ്ട് മുടി കൊടുത്താൽ മതി. അതേസമയത്ത് 3 മുടി നീക്കം ചെയ്താലോ, എന്നാൽ ഒരു മുഴുവൻ മുടി കൊടുക്കണം. 3 മുടി ഒന്നിച്ച് ഒരേ സ്ഥലത്ത് വെച്ച് ഒന്നിച്ച് നീക്കം ചെയ്താലാണ് ഒരു മുഴുവൻ ഫിദിയ കൊടുക്കണം. ഒരു മുഴുവൻ ഫിദിയ എന്ന് പറഞ്ഞാൽ ഒരു ആടിനെ അർത്ഥ കൊടുക്കുക ആണ്. അതല്ലെങ്കിൽ 6 മിസ്കിന്മാർക്ക് അരസായ വീതം ഭക്ഷണം നൽകുക, അതല്ലെങ്കിൽ 3 നോമ്പ് നൽകുക. ഇതാണ് മനസ്സിലായല്ലേ? ഒരേ സ്ഥലത്ത് വെച്ച് 3 മുടിയോ അല്ലെങ്കിൽ 3-ൽ അധികമോ നീക്കം ചെയ്ത് ഒരേ സ്ഥലത്ത് വെച്ച് ഒന്നിച്ച്, അത് 3 നഖം വെട്ടി ഒരേ സ്ഥലത്ത് വെച്ച്, എന്നാൽ ഒരു മുഴുവൻ 3 മുടി കൊടുത്താൽ പോരാ, പിന്നെ ഒരു മുഴുവൻ ഫിദിയ നിർബന്ധമാണ്. മുഴുവൻ ഫിദിയ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരാടിനെ അറുത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ അരസായ എന്നുവെച്ചാൽ 2 മുടി അരസായ വീതം 6 മിസ്കിന്മാർക്ക് നൽകുക, അതും അല്ലെങ്കിൽ 3 ദിവസം നോമ്പ് നോൽക്കുക. ഇതാകുന്നു. മനസ്സിലായല്ലേ? ഇപ്പോ അത് മനസ്സിലായി. ഇതാണ് വേണ്ടത്. ഇനി ഈ ഇഹ്റാം ചെയ്യുന്ന ഇഹ്റാമിലുള്ള ആള്, കഹലിലാവാത്ത ആള് വേറൊരാളെ മുടി വെട്ടിയാലോ, അതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. പിന്നെ വലവ് ഹലഖ മുഹ്രിമുൻ, ഇഹ്റാം ചെയ്ത ആള് കളഞ്ഞാൽ, ഔ ഹലാലുൻ, അല്ലെങ്കിൽ ഇഹ്റാമിലുള്ള ആളെന്നല്ല, ഇഹ്റാം ചെയ്യാത്ത ആളും ചെയ്ത് കളഞ്ഞു, റഅസ മുഹ്രിമിൻ ബിഗൈരി ഇഖ്തിയാരിഹി, ഒരു ഇഹ്റാം ചെയ്ത ആളുടെ മുടി അയാളുടെ സമ്മതം കൂടാതെ ചെയ്ത് കളഞ്ഞു. ഖബ്ല ദുഖൂലി വഖ്തിഹി, മുടി കളയേണ്ടുന്ന സമയം കടക്കുന്നതിന് മുമ്പ്. എന്നാൽ ഖദ്ദമു അലൽ ഹാലിഖ്, ആരാണ് മുടി കളഞ്ഞത് അയാളാണ് അതിന്റെ ആ ഫിദിയ കൊടുക്കേണ്ടത്. മനസ്സിലായില്ലല്ലേ? ഇഹ്റാമിൽ ഉള്ള ഒരാളുടെ മുടി ആര് കളഞ്ഞു? വേറൊരു മുഹ്രിമ്, വേറൊരു ഇഹ്റാമിലുള്ള ഒരാൾ കളഞ്ഞു, അതല്ലെങ്കിൽ ഇഹ്റാമിലാണെന്നല്ല വേറൊരാൾ കളഞ്ഞു. ഇയാളെ സമ്മതം കൂടാതെയാണ് ഒരാൾ മുടി കളഞ്ഞിരിക്കുന്നത്. എന്നാൽ ആരെ ഫിദിയ കൊടുക്കേണ്ടത്? ആരാണോ മുടി കളഞ്ഞെങ്കിൽ അയാളാണ് കൊടുക്കേണ്ടത്, അതല്ല കളയപ്പെട്ട ആളല്ല. എപ്പോ കളഞ്ഞാല്? അത് കളയേണ്ടുന്ന സമയം ആകുന്നതിന് മുമ്പ് കളഞ്ഞാൽ. അപ്പൊ 12 സമയത്താണെങ്കിലോ ഖവാഫ് കഴിഞ്ഞ് സൈയും കഴിഞ്ഞു, 8 മണിന്റെ മുടിയിട്ടുള്ള ആളല്ലേ, അപ്പൊ ഇയാളെ സൈയും കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരാൾ എന്ത് ചെയ്താൽ ഇയാളെ മുടി വെട്ടി കൊടുത്തത്. എന്നാ ആരും ഫിദിയല്ല. അപ്പൊ ഇഹ്റാമിലാണ് അങ്ങനെ ശരി. അപ്പൊ മുടി കളഞ്ഞ ആള് അയാൾ മുസ്ലിമാണ്, അയാൾ ഇഹ്റാമിലാണ്, അയാൾ കഹലിലായിട്ടില്ല. പക്ഷെ ആ കളയപ്പെട്ട മറ്റാളുണ്ട്, അയാളുടെ തലമുടി നീക്കം ചെയ്യാനായിട്ടുണ്ട്, മുടിയെട്ടാരായിട്ടുണ്ട്, അയാൾ കഹലിലായിട്ടുണ്ട്, കഹലിലാവാനായിട്ടുണ്ട്. എന്താണെങ്കിൽ പ്രവാസം കഴിഞ്ഞിട്ടുണ്ട്, സൈയും കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പണി പിന്നെ മുടിയെട്ടിലാണല്ലോ, ആ സൈ കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് എന്ത് ചെയ്തത്? ഒരാളെ മുടി വെച്ചത്. എന്നാൽ അവിടെ ഫിദിയല്ല, അതുകൊണ്ട് വിരോധം ഇല്ല. നേരെ മറിച്ച് ഈ മുഹ്രിമായ ആളാവട്ടെ, അത് ഹലാൽ ആയ ആളാവട്ടെ, അയാൾ മറ്റാളുടെ ഇഹ്റാമിന്റെ തഹ്ലീലാവുന്ന സമയമായിട്ടില്ല, അയാൾ സൈ കഴിഞ്ഞിട്ടില്ല, എന്താണ് സൈ കഴിഞ്ഞില്ല, അതിന് മുമ്പാണ് മുടി വെക്കുന്നത്. എന്നാൽ അയാളെ സമ്മതം കൂടാതെ വേണേനും. എന്നാൽ അയാൾ ആരാണോ പറഞ്ഞത് അയാൾ ഫിദിയ കൊടുക്കണം. അയാളുടെ സമ്മതത്തോട് കൂടിയാണെങ്കിലോ അത് അയാൾക്ക് എപ്പോൾ ഫിദിയ കൊടുക്കുകയും വേണം. മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ? അമ്മാലേക്കാനബി അന്തിഹി അത് സുക്കൂത്തിഹി കുതിർത്തിയാൽ ഫിദിയത്ത് അലൈഹി എന്ന് പറഞ്ഞല്ലോ.
വലൗ അസാലൽ മുഹ്രിമു ദാലിക മിൻ ഹലാലിൻ ലം നീ ഇഹ്റാമിലുള്ള ഒരാള് ഇഹ്റാമിൽ ഇല്ലാത്ത ഒരാളുടെ മുടി വെട്ടി നിൽക്കുക, എന്നാൽ അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല, അത് ഫിദ്യൊന്നുമില്ല. അതാണ് മസല. പിന്നെ വേറെന്താണ്? വയജൂദുൽ മുഹ്രിമി ഇഹ്റാമിലുള്ള ആൾക്ക് ജായിസാകും ഹൽഖു ഷഅരിൽ ഹലാലി, ഇഹ്റാമിൽ ഇല്ലാത്ത ആളുടെ മുടി കളയിൽ ജായിസാകും. വലാ ശൈഅലി, അയാൾ ഫിദ്യൊന്നും കൊടുക്കണ്ട. വബിഹി ഖാല മാലികുൻ വഅഹ്മദു വകദാ പറഞ്ഞ മസലക തന്നെ. ഉസ്താദ് വേറെ ചോദ്യമാണ്. ഉസ്താദ് ഈ ഉസ്താദ് എന്താണ് ഇന്നൽ അഞ്ചാമത്തെ ശരി അല്ല, ഇമാം അഞ്ചാമത്തെ റക്അത്തിലേക്ക് നിന്നു, എനിക്ക് അത് നാലാമത്തെ റക്അത്ത് ആണ് എന്നാൽ എന്താ ചെയ്യേണ്ടതായിരിക്കും? ആണ് എന്നാൽ എന്നുള്ളത് എഴുതുള്ളൂ. എന്നാൽ ഇമാം അഞ്ചാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ ഇമാമ് മറന്നിട്ട് അഞ്ചാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റുന്നു. ഈ ചോദ്യകർത്താവുണ്ട്, ഇയാൾക്കാണെങ്കിലും അത് നാലാമത്തെ റക്അത്താണ്, അയാൾ മസ്ബൂഖാണ്, അയാൾക്ക് ഇനി റക്അത്ത് നിസ്കരിക്കേണ്ടതുണ്ട്. ഇമാം സലാം വിട്ട ശേഷം ഇമാം അപ്പൊ അഞ്ചാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റുന്നതാണ്. അപ്പൊ ഇമാമിനോട് കൂടെ അതിനുമുട്ടം തുറന്നിട്ടില്ലെങ്കിൽ ഇയാൾക്ക് നാലാമത്തെ പറ്റുമെന്നാണ് ചോദ്യം. മനസ്സിലാവില്ലല്ലേ സഹോദരന്മാരെങ്കിൽ? ചോദ്യം മനസ്സിലാക്കുന്നില്ലേ? ഇമാം 4 റക്അത്ത് നിസ്കരിച്ച് അഞ്ചാമത്തെ റക്അത്തിലേക്ക് മറന്നുകൊണ്ട് എഴുന്നേറ്റ് നിന്നതാണ്. ഇയാളാണെങ്കിലോ ഇമാമിന്റെ 1 റക്അത്ത് കഴിഞ്ഞതിന് ശേഷം തുറന്ന ആളാണ്. അപ്പൊ ഇമാമ് സലാം വെച്ച് കഴിഞ്ഞ ശേഷം ഇയാൾക്ക് 1 റക്അത്ത് നിസ്കരിക്കാനുണ്ട്. അപ്പൊ ആ നിസ്കാരം ഈ മറന്നു എഴുന്നേറ്റുന്ന ഇമാമിന്റെ കൂടെ ആവാൻ പറ്റുമോ ഇല്ലെന്ന ചോദ്യം. പറ്റൂല എന്ന മസല. പറ്റൂല. കാരണം അത് ആ റക്അത്ത് ആൾ പാച്ച് ചെയ്യുന്നത് തുറന്നാൽ സഹിയാകുകയില്ല. അതിന്റെ മസലതാണ്. ലേഖാന ഇമാമുഹു, ഇനി അവന്റെ ഇമാം എഴുന്നേറ്റ് നിന്നാൽ ഈ സിയാദത്തിന് അധികം റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്നു. ഖാമിസത്തിന്, അതായത് 5ാമത്തെ റക്അത്ത് പോലെ 5ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്നു ഇമാം. വരെ സഹീവൻ അത് മറന്നുകൊണ്ട് എഴുന്നേറ്റുന്നാണെങ്കിൽ ശരി. എന്നാൽ എല്ലാവരും മുത്താബാത്തുഹു, ഇവനെന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഇമാമിനെ തുടരാൻ പറ്റൂല. വലിയ മസ്ബൂഖൻ, ഇവൻ മസ്ബൂഖാണെങ്കിലും ശരി, അവർ ഷാക്കൻ ഫി റക്അത്തിൻ, അല്ലെങ്കിൽ റക്അത്തിന്റെ കാര്യം സംശയിച്ച ആളാണെങ്കിലും ശരി, ഇയാൾക്ക് ഒരു സംശയമുണ്ട്, ഞാൻ പത്ര നിസ്കരിച്ചത് 3 4 നിസ്കരിച്ചത്, അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ 1 റക്അത്ത് നിസ്കരിക്കുന്നല്ലേ നിയമം. 3 റക്അത്ത് ഞാൻ നിസ്കരിച്ചത്, 4 റക്അത്ത് നിസ്കരിച്ചത് എന്ന് സംശയം. 4 റക്അത്ത് നിസ്കാരമാണ്, എന്നാൽ അവിടെ 3 നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് വെക്കുകയും 1 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളാണെങ്കിൽ ശരി, ഇമാമ് മറന്നുകൊണ്ട് 5ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റിരിക്കുകയാണെങ്കിൽ ആ റക്അത്തിൽ തുടരാൻ പറ്റുകയില്ല. പിന്നെ എന്ത് ചെയ്യണമെങ്കിൽ ഇവൻ ബൽ യുഫാദിഖുഹു, ആ ഇമാമിനോട് വിട്ടുപിരിയണം. ഞാൻ ഈ ഇമാമിനോടും വിട്ടുപിരിക്കുന്നു എന്ന് കരുതുക, എന്നിട്ടും ഈ അവൻ സലാം വിട്ടുക. അതല്ലെങ്കിൽ ഞാൻ ഇമാമിനോട് വിട്ടുപിരിക്കുന്നു എന്ന് കരുതിയിട്ട് ഇമാമിന് സലാം വിട്ടുവരേക്കും കാത്തിരിക്കുക. എന്നിട്ട് പിന്നെ ഇമാം സലാം വിട്ടതിന് ശേഷം സലാം വിട്ടുക. രണ്ടും ചെയ്യാവുന്നതാണ്. അതാണ് അങ്ങനെ ചെയ്യലാണ് ഏറ്റവും നല്ലത്. മറ്റൊരു ചോദ്യം, ഉസ്താദ് ഗൾഫിൽ മസ്ബൂക്കിനെ തുടരാറില്ല, അത് ഗുണമല്ലേന്ന്? ഗൾഫിൽ മസ്ബൂക്കിനെ തുടരാറില്ല. എന്താണ് ചോദിക്കണ്ട? നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ചെയ്യാറുണ്ട്. പിന്നെ മസ്ബൂക്ക്, അതായത് ഇമാമ് സലാം കിട്ടി, ഇമാമ് സലാം കിട്ടിയതിനു ശേഷം പിന്നെ 1 2 റക്അത്ത് ഇതിന് ബാക്കി നിസ്കരിക്കാനുണ്ട്. അങ്ങനെ ആ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നാല് വേറെ ആള് കാണാൻ ഒന്നിനും തൊടുന്നില്ലേ? വേറെ ആരും തന്നെ നമ്മൾ തൊടുക. ഇത് സാധാരണ ഗൾഫിൽ കാണാറില്ല അല്ലേ? അങ്ങനത്തെ ഗൾഫിൽ നമ്മൾ സാധാരണ കാണാറില്ല. മസ്ബൂക്ക് പിന്നെ ഇമാം സലാം കഴിഞ്ഞ ശേഷം ബാക്കി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റിരുന്നാൽ പിന്നെ ആ ആളിനെ ഒന്ന് പോയി തുടരുന്ന പരിപാടി അവിടെ അങ്ങനെ കാണാറില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം. എന്താണ് കാണാറില്ല, അങ്ങനെ പറ്റൂലേ? പറ്റുക ചെയ്യും. മസ്ബൂക്കൻ തുറന്ന് നിസ്കരിക്കാൻ പറ്റുന്നതാണ്. മസ്ബൂക്കന് ഈ മസല ഇൻസല്ലമൽ ഇമാമ് സലാം വീട്ടിയാൽ എന്നിട്ട് ഫഖാമ മസ്ബൂക്കൻ, ബാക്കിലെ നിസ്കരിക്കാൻ വേണ്ടി മസ്ബൂക്ക് എഴുന്നേറ്റ് നിന്നു. അങ്ങനെ ഫഖതബാ ബിഹി ആഖറു, അതിനോട് വേറെ ആൾ തുറന്നു നീക്കാൻ. എന്നാൽ സഹത്ത്, അത് സഹിഹാൻ, തുറത്ത സഹിഹാണ്. മനസ്സിലായില്ലേ? ആ തുറത്ത് സഹിയാണെന്ന് മാത്രമല്ല, അത് ഫാമ മസ്ബൂക്കൂന, അല്ലെങ്കിൽ കുറെ ആളുകൾ എഴുന്നേറ്റ് നിന്ന് നിൽക്കുക. ഇമാമൻ സ്ഥലം വിട്ടപ്പോൾ കുറെ ആൾ മസ്ബൂക്കിൽ വേണ്ടി അവരൊക്കെ ബാക്കി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. ഇത് ഫഖതബാ ബാലുഹും ബാലും,
അവരിൽ ചിലരെ തുടർന്നു, ബാക്കിയുള്ളവർ അവർ പരസ്പരം അങ്ങോട്ടും തുറന്ന് ജമാഅത്ത് നിസ്കരിക്കും. എന്നാലും സഹത്തൈവൻ അതും സഹിയാവുന്നതാണ്. മനസ്സിലാവല്ലേ? ഈ പറഞ്ഞ മനസ്സിലാക്കില്ലേ? സാധ്യഹന്തി മനസ്സിലാക്കില്ലേ ഈ പറഞ്ഞത്? ഞാനിത് പറഞ്ഞ മനസ്സിലാക്കുന്നില്ലേ? മനസ്സിലാക്കും. പിന്നെ എന്താണ് ചോദ്യം? വേറെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, വാഹനത്തിൽ ഇരുന്നും ഖിബ്ലക്ക് മുന്നിടാതെ സുന്നത്ത് നിസ്കരിക്കുന്നത് ഒന്ന് വിശദീകരിക്കുമോ? സുന്നത്ത് നിസ്കാരത്തിലെ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കാം. അവിടെ ഖിബ്ലക്ക് മുന്നിടൊന്നും വേണ്ട. എന്റെ ക്ലാസ് റൂമിലൂടെയുള്ള ആളുകളും അതുപോലെ അപ്പുറത്തിരിക്കുന്ന നമ്മുടെ സഹോദരിമാരൊക്കെ മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ്. അതുള്ള സാഹിബൊക്കെ ഉണ്ടല്ലോ, ഒരു മനസ്സിലാക്കേണ്ട വിഷയം എന്ത്? സുന്നത്ത് നിസ്കാരത്തിന് വാഹനത്തിൽ ഇരുന്ന് സുന്നത്ത് നിസ്കരിക്കാം. അവിടെ ഖിബ്ലക്ക് മുന്നിടൊന്നും വേണ്ട. നമ്മുടെ ബഹുമാനപ്പെട്ട മുസ്ലിം പറഞ്ഞാഹും വർത്തത അല്ലാഹുതആല അദ്ദേഹത്തിന്റെ ഉഖ്റവിയാജീവൻ സുഖാക്കി കൊടുക്കട്ടെ. അദ്ദേഹം ബസ്സിലൊക്കെ നിന്ന് നിസ്കരിക്കും. ബസ്സിലൊന്നും പോകണ്ടാവും, സുന്നത്തൊക്കെ മുമ്പ് നിസ്കരിക്കും. അതൊക്കെ പറ്റുന്ന വാഹനത്തിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കാം. പറഞ്ഞു പറ്റില്ല കേട്ടോ, പറഞ്ഞു നിസ്കരിക്കണമെങ്കിൽ ഖിബ്ലക്ക് മുന്നിടുന്ന വേണം. പർവസ്കാരത്തിൽ ഖിബ്ലക്ക് മുന്നിടുക തന്നെ വേണം. സുന്നത്ത് നിസ്കാരത്തിൽ വാഹനത്തിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അവർ ഖിബ്ലക്ക് മുന്നിടേണ്ടതില്ല. സുന്നത്ത് നിസ്കാരം വാഹനത്തിൽ ഇരുന്നിട്ട് നിസ്കരിക്കാൻ, നടന്നുകൊണ്ട് നിസ്കരിക്കാനാണ്. നടന്നങ്ങനെ നിസ്കരിക്കുക, അത് ഫാത്തിഹയൊക്കെ നടന്നങ്ങനെ ഓതുക. റുക്കുവിന്റെ സമയത്ത് എന്ത് ചെയ്യുക? റുക്കു ചെയ്യുക. പിന്നെ എത്തിയാലിന്റെ സമയത്ത് വീണ്ടും നടക്കുക. പിന്നെ സുജൂദ് പിന്നെ ശരിക്കും ചെയ്യണം. നടന്ന് നിസ്കരിക്കുകയാണെങ്കിൽ സുജൂദ് ചെയ്യുക. പിന്നെ 2 സുജൂദിന്റെ ഇടയിൽ ഇരിക്കുക. പിന്നെ 2ാമത്തെ സുജൂദും ചെയ്യുക. പിന്നെ അടുത്ത റക്കത്തിലേക്ക് എഴുന്നേറ്റ് കൂടി പിന്നെ അങ്ങനെ നടക്കുക. ഫാത്തിഹയായിട്ട് അങ്ങനെ നടക്കുക. അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. എന്താണ് അതൊക്കെ പഠിക്കണ്ടേ? ഇതൊക്കെ ചെയ്യാലൊക്കെ. അതിപ്പോ നടന്ന് നിസ്കരിക്കുകയാണെങ്കിൽ റുക്കോയും സുജൂദൊക്കെ ശരിക്കും ചെയ്യണം. അതേസമയത്ത് വാഹനത്തിൽ നിസ്കരിക്കുകയാണെങ്കിലോ റുക്കോയും സുജൂദിന്റെ സമയത്ത് ആംഗ്യം കാണിച്ചാൽ മതി, ഇഷാറത്താക്കിയാൽ മതി. ബസ്സിലൊക്കെ നമ്മൾ സ്വന്തമൊക്കെ അധികം ആൾക്കാർ സ്വന്തം പ്രൈവറ്റ് കാറൊക്കെ ഉള്ളതല്ലേ, സഹോദരിമാർക്കായി പ്രത്യേകിച്ചും സഹോദരിമാരൊക്കെ ഇപ്പൊ കാറിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാൻ നിസ്കരിച്ചിട്ട് യാത്രയിലൂടെ ആ സീറ്റിൽ ഇരുന്നുകൊണ്ട് അല്ലാഹു അക്ബർ ഫാത്തിഹ ഓതുക. ആ റുക്കോയിന്റെ സമയത്തൊന്നും കുനിയ, എഴുത്തുകാരന്റെ സമയത്തൊന്ന് ആ തലന്ന് ഉയർത്തുക, സുജൂദിന്റെ സമയത്ത് വീണ്ടും കുനിയുക, പിന്നെ എഴുന്നേറ്റ് ഇരിക്കുക, പിന്നെ വീണ്ടും കുനിയുക. അങ്ങനെ എന്ത് ചെയ്യുക? ഖിബ്ലക്ക് മുന്നിട്ട് ഒന്നും വേണ്ട. ആ വാഹനം എങ്ങോട്ടാ പോകുന്ന ആ ഭാഗത്ത് തന്നെ തിരിഞ്ഞ് ഇരുന്നുകൊണ്ട് നിസ്കരിക്കാം. ഖിബ്ലക്ക് മുന്നിടേണ്ടതില്ല വാഹനത്തിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ. ഞാൻ ഫർദ് നിസ്കാരത്തിനെ കുറിച്ചല്ല പറഞ്ഞത്, സുന്നത്ത് നിസ്കാരത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. സുന്നത്ത് നിസ്കാരം ഖിബ്ലയിലേക്ക് മുന്നിടാതെ തന്നെ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് നിസ്കരിക്കാം. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താക്കണ്ട. ചില സമയത്ത് നമ്മൾ പുരുഷന്മാരായ ആളുകളൊക്കെ തന്നെ ചില സമയത്ത് നമ്മൾ ഇവിടെ നിസ്കരിക്കാൻ എത്തിയിട്ടുണ്ടാവും. നമ്മൾ സർവീസ് കെറ്റി നമ്മുടെ കൂടെയുള്ള ആളുകൾ പോലെ തിരക്കുണ്ടാവും. നമ്മൾ പിന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ മഗ്‌രിബിന്റെ ശേഷം സുന്നത്തും പിന്നെ അവാദി നിസ്കാരമൊക്കെ നിസ്കരിക്കുന്ന കൂട്ടാന്ന് വിചാരിക്കുക. അപ്പൊ ഈ അവാദി നിസ്കാരം ഒക്കെ നിസ്കരിക്കുന്നത് വരേക്കും വേറുള്ള ആളുകൾ നമ്മളിങ്ങനെ പുറത്ത് കാത്തിരിക്കുക എന്നുള്ളത് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവർക്ക് ചിലപ്പോൾ കുറച്ച് തിരക്കുണ്ടാവും. അപ്പൊ ആ സമയത്ത് അവരെ ബുദ്ധിമുട്ടിക്കരുത്, നമ്മുടെ പോലുള്ള ആളുകൾ നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. വേറെ എന്ത് ചെയ്യുക? വാഹനത്തിൽ വന്നിരിക്കുക. എന്റെ വാഹനം പോകുന്ന സമയത്ത് നിസ്കരിക്കാമല്ലോ, സുന്നത്തല്ലേ? സുന്നസ്കാരം വാഹനത്തിൽ മുന്നോട്ട് നിസ്കരിക്കാം. ഖിബ്ലയിലേക്ക് മുന്നേറേണ്ടതില്ല. ഞാൻ യഥാർത്ഥം വായിക്കാം. വഹാനിസുഹ, 5ാമത്തെ ഷർത്ത്, നിസ്കാരത്തിന്റെ ഷർത്തുകൾ ഇസ്തിഖ്ബാൽ ഐനിൽ ഖിബ്ലത്ത്, ഖിബ്ലയുടെ ഭാഗത്തേക്ക് മുന്നിടലാണ്, ഖിബ്ലയുടെ തടിയിലേക്ക് മുന്നിടലാണ്. ഖിബ്ലക്ക് മുന്നേറിയാണ് 5ാമത്തേത്. ഇല്ലാ ഫീ ഹഖ്ഖിൽ ആജിസി അൻഹു, ഖിബ്ലയിലേക്ക് മുന്നേറാൻ സാധിക്കാത്ത ആളിൽ ഒഴികെ അയാൾക്ക് പിന്നെ ഖിബ്ലക്ക് മുന്നേറാൻ ഷർത്തില്ല. വഫീ സലാത്തി ശിദ്ദത്തി ഖൗഫി, പേടി ശക്തമായ നിസ്കാരത്തിലൊഴികെയും പേടി ശക്തമായ സമയത്തുള്ള നിസ്കാരമാണ്. സർവ്വസ്കാരം സുന്നത്തൊന്നല്ല, പറഞ്ഞ നിസ്കരിക്കാണ്. പേടി ശക്തമായ പറഞ്ഞത് ഒരു ഭാഗത്ത് തീയിന് ആദ്യ കത്തുന്നുണ്ട്. നമ്മൾ ഗവൺമെന്റ് നമ്മളെ ഭാഗത്തും തീ വരും. അപ്പൊ നമ്മൾ ഓടുക ആ ഓടി നിസ്കരിക്കാം.
അത് അവിടെ കബിലൊക്കെ മുന്നിലൊന്നും വേണ്ട. ഫർളന്നെ, സുന്നത്തൊന്നല്ല, ഫർളന്നെ. യുദ്ധം മാത്രമല്ല, അതല്ല ഈ വെള്ളപ്പൊക്കാണ്, വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മളെ ഭാഗത്ത് നമ്മളിപ്പോൾ വെള്ളം മൂടും. അപ്പൊ നമ്മൾ ഓടുകയാണ്, നിസ്കരിക്കേണ്ട ഒരു സമയം അവിടെ ആവും ചെയ്തു. അപ്പൊ എന്ത് ചെയ്യാം, ഓടി നിസ്കരിക്കാം. അവിടെ കബിലൊക്കെ മുന്നിൽ സുന്നത്തിസ്കാരമല്ല, ഫർളന്നെ പറ്റും. അപ്പൊ പേടി ശക്തമായ സമയത്ത് ഫർള് നിസ്കാരമാണെങ്കിലും ശരി, അത് ഓടിക്കൊണ്ടൊക്കെ നിസ്കരിക്കാം. അവിടെ ഖിബിലയിലേക്ക് നിങ്ങൾ നിബന്ധനയില്ല, ഖിബിലേക്ക് മുന്നിട്ടോളം ഒന്നില്ല. മനസ്സിലായല്ലേ? അത് അവരെ ഫർളൻ. ഫയുസല്ലി കൈഫ അംകനഹു, അപ്പൊ സാധിക്കുന്ന മാതിരി നിസ്കരിക്കാം. മാഷിയൻ റാക്കിബൻ, നടന്നുകൊണ്ടോ വാഹനത്തിൽ ഇരുന്നുകൊണ്ടോ എങ്ങനെയും നിസ്കരിക്കാം. മുസ്തഖബിൻ മുസ്തഖ്ബിറൻ, ഖിബിലയിലേക്ക് മുന്നിട്ടും പിന്നിട്ടൊക്കെ നിസ്കരിക്കാം. കഹാരിബിൻ ഹദീഖിൻ വസൈലിൻ വസുബുഇൻ വഹയ്യത്തിൻ, പാമ്പ് വെക്കാൻ വീഴാണ് അപ്പോൾ ഓടുകയാണ്. അല്ലെങ്കിൽ ഒരു ഹിംസജന്തു പിടിക്കാൻ വീഴാണ് അപ്പോൾ ഓടുകയാണ്. അത് വലിപ്പോളം വീഴാണ് അപ്പോൾ ഓടുകയാണ്. അല്ലെങ്കിൽ തീ കത്തിപ്പടരുണ്ട് അപ്പോൾ ഓടുകയാണ്. ഈ സമയത്തൊക്കെ പിന്നെ പേടിശക്തമായ നിസ്കാരമാണ്. ആ സമയത്ത് ഖിബിലയിലേക്ക് തിരിയാതെ തന്നെ ഓടിക്കൊണ്ടും ഖിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ടും പിന്നിട്ടുകൊണ്ടൊക്കെ ഓടി നിസ്കരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വലാഫി നഹ്വി സഫരിൻ മുബാഹിൻ, ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും ഖിബിലയിലേക്ക് മുന്നിടെ ഷർത്തില്ല. ഹലാലായ യാത്രയിലെ ഫർള് നിസ്കാരമല്ല, സുന്നത്ത് നിസ്കാരം, ആ സുന്നത്ത് നിസ്കാരത്തിനും ഖിബിലയിലേക്ക് മുന്നിടൽ ഷർത്തില്ല. അത് ആ ഹലാലായ യാത്രയാണ് വളരെ കസീറൻ, അത് ചുരുങ്ങിയ ദൂരത്തേക്കുള്ള യാത്രയാണെങ്കിലും ശരി. കസറും എന്നൊക്കെ ആക്കണമാതിരി 152 കിലോമീറ്റർ ഒന്നും വേണ്ട. പിന്നെ ഒരു അടുത്ത പ്രദേശത്തേക്ക് പോകാൻ നിൽക്കുക, എന്നാലും ശരി ചെറിയ യാത്രയാണ്. എന്നുവെച്ചാൽ ഇവിടുന്ന് ബാങ്ക് കൊടുത്താൽ കേൾക്കാത്ത സ്ഥലത്തേക്ക് പോവാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ കൊച്ചിക്കരയെന്ന് ഇവർക്ക് പോകാൻ, എടുത്ത് ചങ്ങരക്കൊട്ടേക്ക് പോവാണ്. കൊച്ചിക്കരന്ന് വാങ്ങിയിട്ട് ചങ്ങരക്കൊട്ടേക്ക് എത്തില്ല. അപ്പോ ഇവിടുന്ന് ബാങ്ക് കൊടുത്താൽ കേൾക്കാത്ത അത്ര മാത്രം ഒരു ചെറിയ ദൂരത്തേക്കാണ് പോകുന്നത്, വാഹനത്തിൽ കയറിക്കൊണ്ട് അല്ലെങ്കിൽ നടന്നുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അതിന് സുന്നത്ത് നിസ്കാരം, ആ സുന്നത്ത് നിസ്കാരവും ഖിബിലയിലേക്ക് മുന്നിടാതെ നിസ്കരിക്കാവുന്നതാണ്. പക്ഷെ അവിടെ എന്താ നിബന്ധന വെച്ചെന്താ, ആ പോകുന്ന ഭാഗത്തേക്ക് പോകാൻ പറ്റും. അവർ ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ പാടില്ല. അപ്പൊ ചങ്ങരകുളത്തേക്ക് പോവുകയാണെങ്കിൽ ആ ചങ്ങരകുളത്തേക്ക് തന്നെ ആ ഭാഗത്തേക്ക് തന്നെ നടക്കാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങോട്ട് തിരിയാ നടക്കുമ്പോഴേ അങ്ങനെ പറ്റില്ല. ഈ വാഹനത്തിൽ ആവുമ്പോൾ വാഹനം അങ്ങോട്ട് തിരിക്കുക ആവശ്യമില്ലാതെ അങ്ങനെ പറ്റില്ല. എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് തന്നെ ആയിരിക്കണം വാഹനം ഓടിക്കേണ്ടത് അല്ലെങ്കിൽ നടക്കേണ്ടത്. അത് ഖിബിലയുടെ ഭാഗത്തേക്ക് ആവണം എന്നില്ല. അപ്പൊ സുന്നത്സ്കാരം അങ്ങനെ ചെയ്യാവുന്നതാണ്. റോഡ് പറഞ്ഞാലൊക്കെ പറ്റും, ഇത് ആവശ്യമില്ലാതെ ചെയ്യാൻ പറ്റൂലാണ്. അവന്റെ യാത്രാ സംബന്ധമായ തിരിച്ചിലും വളവും അത് പറ്റും. അതല്ലാത്ത പിന്നെ വളവും തിരിയലും പറ്റൂല. അതാ ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ? പിന്നെ ചെറുക്ക് ഫീലിൻ കസീരിൻ, ആവശ്യമില്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, അധികം പ്രവർത്തി ചെയ്യാൻ പാടില്ല. ഏതായാലും നടന്നു പോകല്ലേ, നടന്നു സ്കരിക്കില്ല. അപ്പൊ കൂടുതലും ചാടുക, ആവശ്യമില്ലാതെ ചാടാനും പറ്റൂല. നടന്നു പോകേണ്ട ആ സാധാരണ അർത്ഥമല്ലേ, ആ അർത്ഥം തന്നെ. ആവശ്യമില്ലാതെ ചാടാനും പറ്റൂല. അതേസമയത്ത് നമ്മൾ നടക്കുകയാണ്, ഒരു സ്ഥലത്ത് ചാടേണ്ടതുണ്ട്. ഒരു അറ്റക്കായ കൊണ്ടല്ല, പഴയകാലത്തുണ്ടല്ലോ തോട് ഇതിലൊക്കെ ഉണ്ട്. അപ്പൊ തന്നെ ആ ചാടി കടക്കേണ്ടതുണ്ട്. അതൊക്കെ ചാടാൻ പറ്റും, അതല്ലാതെ ആവശ്യമില്ലാതെ ചാടാൻ പാടില്ല. എന്താല്ലേ? അതുപോലെ തന്നെ ഉണങ്ങിയ നജിസാണ്, ഈ കരുതി കൂട്ടി ചവിട്ടാൻ പാടില്ല എന്ന്. അതേസമയത്ത് കരുതി കൂട്ടിയതല്ല, ഒരു നജസുള്ള സ്ഥലത്ത് കൂടെയാണ്, ആ നജസ് ഉണങ്ങിയതാണ്, അതിൽ കൂടെ ചവിട്ടിട്ട് വേണം പോകാൻ. അതുകൊണ്ട് നിരോധമില്ല എന്നാണ്. എന്താണ് അല്ലാഹു തആലയുടെ ദീനിന്റെ എളുപ്പല്ലേ? അപ്പൊ സുന്നത്സ്കാരം നടന്നുകൊണ്ട് നിസ്കരിക്കാം, ഖിബിലയിലേക്ക് മുന്നിട്ടോളം ഒന്നില്ല. വാഹനപ്പുറത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കാം. പിന്നെ ആ യാത്രാ സംബന്ധമായ ചില നടക്കത്തിന്റെ അനക്കൊക്കെ ഉണ്ടല്ലോ, ചാടേണ്ടി എന്നാൽ ചാടുക, അതിനേക്കാളും അത്രയും ചെയ്യാൻ പാടില്ല, അത്രയേ ഉള്ളൂ. പിന്നെ അപ്പൊ അതാണ് അല്ലാഹു തആലയുടെ ദീൻ വളരെ വിശാലമാണ്. അപ്പൊ ഇനി ഉസ്താദ് ലുഹറിന്റെ കുറച്ചു മുൻപ് നിസ്കരിച്ചാൽ മതിയോന്നാ? അത് മതി. ലുഹാനിസ്കാരത്തിന്റെ സമയം സൂര്യൻ ഉദിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ ഒരു 7 മുഴം ഉയർന്നത് മുതൽ ലുഹറിന്റെ സമയം വരെയാണ്. ലുഹറിന്റെ അല്പം മുൻപ് വരേക്കും
ലുഹാന്റെ സമയമുണ്ട്. ലുഹാൻസ്കാരത്തിന്റെ സമയം എപ്പോഴാണ് കടക്കുക? സൂര്യൻ ഉദിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ 7 മുഴം അത് ഉയർന്നു. നമ്മുടെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ ഒരു കുന്തത്തിന്റെ കതിരെന്നാ പറയാം. നമ്മുടെ ദൃഷ്ടിയിൽ 7 മുഴം ഉയർന്നു. അതായത് സൂര്യൻ ഉദിച്ചിട്ട് 20 മിനിറ്റാണ് നമ്മൾ സാധാരണ കണക്കാക്കാറുള്ളത്. സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞു. അത് മുതൽ ലുഹുറിന്റെ സമയം വരെ, അപ്പൊ ലുഹുർ വാങ്ങുന്നതിന്റെ അല്പം മുമ്പ് വരേക്കും ലുഹാന്റെ സമയം ഉണ്ട്. അപ്പൊ ആ സമയത്ത് എപ്പോഴും നിസ്കരിക്കാം. പക്ഷെ ഏറ്റവും നല്ലത് റുബുഇൽ അത് ഒരു 9-9:30 മണിക്കൊക്കെ നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമം, ഏറ്റവും നല്ലതാണ്. പിന്നെ ലുഹാൻസ്കാരത്തിന് ഏറ്റവും ചുരുങ്ങിയ 2 റക്അത്താവുന്നു. അത് ലുഹ എത്ര റക്അത്താണ്? അധികച്ചത് എത്ര റക്അത്താണ്? പിന്നെ ഒരു അദ്നൽ കമാലിലല്ലോ ഏറ്റവും ചുരുങ്ങിയതല്ല, ഏറ്റവും അധികച്ചതല്ല, അത് 4 റക്അത്താണ്. അതുകൊണ്ട് സാധിക്കുന്ന ആളുകളൊക്കെ 4 റക്അത്ത് നിസ്കരിക്കുക. 2 റക്അത്ത് നിസ്കരിച്ചാൽ ആകും. എന്നാൽ 4 നിസ്കരിക്കുക. ഏറ്റവും അധികച്ചത് 8 റക്അത്താണ്. വളരെ പുണ്യമുള്ള ഒരു നിസ്കാരമാണ് ളുഹ. അല്ലാഹു തആല നമ്മുടെ ശരീരത്തിൽ ചെയ്ത നിഅമത്തുകൾക്ക് ശുക്റാണ്. ശരീരത്തിൽ ഒരുപാട് മുന്നേറ്റിച്ചില്ലാൻ കണക്കുകളുണ്ടെന്നാണ്. അതിനൊക്കെ അല്ലാഹുവിന് ശുക്ർ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിനൊക്കെ പകരമാണ് 2 റക്അത്ത് ളുഹാസ്കാരം എന്നുണ്ട്. അപ്പോ നിർവഹിക്കുക. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഉസ്താദെ, ഒന്ന് വിശദീകരിച്ചു തന്നാലും 7 ദിവസം കറുത്ത നിറത്തിലുള്ളതും പിന്നെ 2-3 ദിവസം ചുവപ്പ് ചുവപ്പ് നിറത്തിലുള്ളതും കണ്ടു. രക്തം ചുവപ്പ് നിറത്തിലും രക്തം വന്നു. ഇത് രണ്ടും മെൻസസാണോ? അതാണ് ചോദ്യം. ഈ സഹോദരിക്ക് 7 ദിവസം കറുത്ത രക്ത വന്നത്, പിന്നെ 2-3 ദിവസം ചുവന്ന രക്തമാണ് വന്നത്. അപ്പൊ ഇതൊക്കെ മെൻസസിൽപ്പെട്ടതാണോ എന്നാൽ അതൊക്കെ മെൻസസിൽപ്പെട്ട തന്നെയാണെന്നാണ്. അതായത് 15 ദിവസത്തിന്റെ ഉള്ളിൽ ഏത് നിറത്തിലുള്ള രക്തം വന്നാൽ അതൊക്കെ മെൻസസ് തന്നെ. ചില സ്ത്രീകൾക്ക് ആദ്യം കറുത്ത രക്തം കുറച്ച് ദിവസം വരും, പിന്നെ ചുവന്ന രക്തം വരും, പിന്നെ മഞ്ഞ രക്തം വരും. അത് 15 ദിവസത്തിന്റെ ഉള്ളിലാണോ? എന്നാൽ അത് ഏത് നിറത്തിലുള്ളതാണെങ്കിലും പിന്നെ അത് മെൻസസാണ്. പക്ഷെ 15 ദിവസത്തിന്റെ അപ്പുറമായി നിൽക്കുക എന്നാൽ അവിടെ ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ അവിടെ ഏറ്റവും കട്ടി കൂടിയത് ഹൈലാണെന്നും അല്ലാത്തത് രോഗമാണെന്നും ഇരിക്കണമെന്നാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ സഹോദരി ചോദിച്ചത് അവിടെ 5 ദിവസത്തിനുള്ളിലാണ് അവർക്കുള്ളത്. 7 ദിവസം കറുത്ത രക്തമാണ്, പിന്നെ 2-3 ദിവസമാണ് പിന്നെ ചുവന്ന രക്തമുണ്ട്. അപ്പൊ 2 കൂടി 10 ദിവസമായിട്ട്. അപ്പൊ അതൊക്കെ തന്നെയാണ്. ആ 10 ദിവസം അവർക്ക് ഹൈല് തന്നെയാണ്. ഇതല്ല, ഒരു സ്ത്രീക്ക് ഒരു 7 ദിവസം കറുത്ത രക്തം വന്നു, പിന്നെ ഒരു 10 ദിവസം, പിന്നെ ആ 7 ദിവസം കഴിഞ്ഞിട്ട് 10 ദിവസം തുടർച്ചയായിട്ട് ചുവന്ന രക്തം വന്നു നിൽക്കും. അപ്പൊ 17 ദിവസമായി അല്ലേ? 17 ദിവസമായി. അപ്പൊ ഇതുണ്ടല്ലോ, ആദ്യത്തെ 7 ദിവസം കറുത്ത രക്തം വന്നു, പിന്നെ ഒരു 10 ദിവസം തുടർച്ചയായി ചുവന്ന രക്തം വന്നു. എന്നാൽ ആ ചുവന്ന രക്തം വന്നത് പിന്നെ ഹൈലല്ല, അത് രോഗമാണ്, ഇസ്തിഹാലത്താണ് എന്നാണ് വെക്കേണ്ടത്. അന്ന് നിസ്കരിക്കാൻ നിർബന്ധമാണ്. മനസ്സിലായിട്ടുണ്ടാവോ? 15 ദിവസം കണ്ട കാരണം 15 ദിവസത്തിന്റെ അപ്പുറമായി. ആ 15 ദിവസത്തിന്റെ അപ്പുറമായത് മാത്രമല്ല രോഗം. പിന്നെയോ ആ ചുവന്ന രക്തം എപ്പോഴാണ് തുടങ്ങിയത് അതുങ്ങൾക്ക് തന്നെ രോഗമാണ്. സഹോദരന്മാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നത് മനസ്സിലായിട്ടുണ്ടാവില്ലേ? പിന്നെ 15 ദിവസത്തിന്റെ ഉള്ളിലാണെങ്കിൽ ഏത് നിറത്തിലുള്ള രക്തം വന്നാലും അത് മെൻസസ് തന്നെയാകുന്നു. 15 ദിവസത്തിന്റെ ഉള്ളിലാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് എന്ത് ചെയ്തു, ഒരു 7 ദിവസം കറുത്ത രക്തം വന്നു, പിന്നെ ഒരു 5 ദിവസം ചുവന്ന രക്തം വന്നു, അപ്പൊ 7-5 12 പിന്നെ ഒരു 3 ദിവസം മഞ്ഞ രക്തം വന്നു, അപ്പൊ 15 ദിവസമായി. 16ാമത്തെ ദിവസം ആൾക്കൊന്നും കാണുന്നില്ല. അപ്പൊ ഈ 15 ദിവസവും ആൾക്ക് എന്ത് തന്നെയാണ്? ഹൈലാവുന്നു, അത് മെൻസസ് ആവുന്നു. നേരെ മറിച്ച് 15 ദിവസത്തിനേക്കാളും അപ്പുറം ഏതെങ്കിലും നടത്തിയുള്ള രക്തം നീണ്ടു നിന്നു. ഉദാഹരണം
ഒരു 10 ദിവസം എന്ത് ചെയ്തു, ഒരു കറുത്ത രക്തം വന്നു. പിന്നെ 10 ദിവസം തുടർച്ചയായിട്ട് ചോന രക്തം വന്നു. അപ്പൊ 7 ദിവസമായി. 7 ദിവസം ഹൈൽ ഉണ്ടാവില്ലല്ലോ, 15 ദിവസം ഏറെ ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യത്തെ ഇങ്ങനെയാണ് ഈ ആദ്യത്തെ 10 ദിവസം മാത്രമാണ് അവൾക്ക് ഹൈൽ എന്നും, രണ്ടാമത്തെ 10 വേറെ നാട്ടിലെ രക്തം വന്നല്ലോ, അത് മുഴുവൻ എന്താണ്, രോഗമാവുന്നു, ഇസ്തിഹാലൊക്കാവുന്നു. അന്ന് അവൾക്ക് നിസ്കരിക്കാൻ നിർബന്ധമാണ്. സഹോദരിമാർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ടീച്ചറോടൊക്കെ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ ഭാഗത്ത് ഞാൻ വായിച്ചത്, ഇതാറത്തിൽ മാറ്റു, ഒരു പെണ്ണ് കണ്ടാൽ അദ്ദമ രക്തം കണ്ടു, ലിസിന്നിൽ ഹൈല് ഉണ്ടാവാനുള്ള ആ പ്രായത്തിൽ, ഇത് 5 വയസ്സായിട്ട് ആണല്ലോ തിരിഞ്ഞത്. അപ്പൊ ഹൈല് ഉണ്ടാവുന്ന പ്രായത്തിൽ ഒരു പെണ്ണ് രക്തം കണ്ട് അപ്പല്ലഹു താക്കറ, ഒന്നുകിൽ ഏറ്റവും ചുരുങ്ങിയ ഹൈലിനേറ്റം ചുരുങ്ങിയ കണ്ടു, അല്ലെങ്കിൽ അധികച്ച കണ്ടു. 7 ദിവസം പോലെ 15 ദിവസം 15 സ്ഥലത്ത് അധികച്ചത് വലം യാഴ്. അതാണെങ്കിൽ പിന്നെ ഈ 15 ദിവസത്തിനേക്കാളും അപ്പുറം കുട്ടി കടക്കും ചെയ്യില്ല. എന്നാൽ ഫക്കുല്ലുഹു ഹൈലിൻ, അതെല്ലാം ഹൈലാകുന്നു. അല്ല ഐ സിഫത്തിൻ കാണാൻ ആ രക്തം ഏത് രൂപത്തിലാണെങ്കിൽ ശരി മുഴുവൻ ഹൈലാകുന്നു. അപ്പൊ ഫലവുറാത്ത് പെണ്ണ് കണ്ടു, ഹംസത്തൻ 5 ദിവസം, അസ്വദ കറുത്തത് കണ്ടു, സുമ്മ അഹ്മറ പിന്നെ ചുവന്നത് കണ്ടു. എന്നാൽ ഹക്കന്ന അൽ അഹ്മരി ഐലൻ അന്നഹു ഹൈലുൻ, ആ ചുവന്ന രക്തവും എന്ത് തന്നെയാണ്, അവസാനം കണ്ട ചുവന്ന രക്തമുണ്ടല്ലോ, അതും ഹൈല് തന്നെയാകുന്നു. പിന്നെ സുമ്മ ഇനിയും കബുല ഹംസത്തായസറ, 15 ദിവസത്തിന് മുമ്പ് രക്തം മുറിഞ്ഞു നോക്കുക. എന്നാ ഇസ്തമറൽ ഹുക്മ, അതാണ്. അപ്പൊ അത് മുഴുവൻ ഹൈല് തന്നെയാണ്. നേരെ മറിച്ച് 15 ദിവസത്തിനേക്കാളും അപ്പുറം ആയാലോ, അപ്പോൾ ആ 15 ദിവസത്തിനേക്കാളും അപ്പുറം ആയത് മാത്രമല്ല രോഗം, പിന്നെ അതിനു മുമ്പ് ആ നിറത്തിലുള്ള രക്തം തുടങ്ങിയോടെ നിൽക്കുന്നതും രോഗം തന്നെയാണ്. ഉദാഹരണം നേരത്തെ പറഞ്ഞല്ലോ, ഒരു 10 ദിവസം കറുത്ത രക്തം കണ്ടു, പിന്നീട് 10 ദിവസം ചോന രക്ത കണ്ടത്, അപ്പൊ 20 ദിവസമായി. അപ്പൊ 16ാമത്തെ ദിവസം ഇവർക്ക് മാത്രമല്ല രോഗം, ഇവർക്കൂടെ ആ കറുത്ത രക്തം മുറിഞ്ഞ് ചോന രക്തം പുറപ്പെട്ടല്ലോ, അത് ഇവർക്ക് തന്നെ എന്തെന്നാണ്, അവർക്ക് രോഗമാണ്, ഹൈലല്ല. അപ്പൊ ആ ദിവസങ്ങളിലൊക്കെ അവർ കുളിച്ച് നിസ്കരിക്കാൻ നിർബന്ധമാണ്. ഇത്രയും ചോദ്യങ്ങളാണ്. ഇന്നത്തെ പുതിയ കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഇപ്പോഴത്തെ പോകുന്നില്ലേ. അസ്സലാമു അലൈക്കും വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. പുരുഷന്മാർക്ക് സ്വർണവും വെള്ളിയും ധരിക്കൽ ഹറാമാണ്. അതെ, പുരുഷന്മാർക്ക് സ്വർണം ധരിക്കൽ ഹറാമാണ്. പിന്നെ സ്വർണ്ണാഭരണം പുരുഷന്മാർക്ക് പിന്നെ ധരിക്കൽ ഹറാമാണ്. വെള്ളിയുടെ മോതിരം അത് പിന്നെ ഉപയോഗിക്കാനാണ്. ചെറിയ കുട്ടികളെ കുറിച്ചാണ് പറഞ്ഞത്. ചെറിയ കുട്ടികൾക്ക് പറ്റും. ചെറിയ കുട്ടികൾക്ക് സ്വർണത്തിന്റെ ആഭരണവും ഉപയോഗിക്കാവുന്നതാണ്. അത് ഏത് കാലം വരെയാണ് പ്രായപൂർത്തിയെത്തുന്നവരേക്കും അത് അനുവദനീയമാണ്. ചെറിയ ആൺകുട്ടികൾക്ക്. പിന്നെ വലിയ അശുദ്ധിയുള്ളവർ സലാം പറയുന്നതിന് വിധി വിരോധമില്ല. വലിയ അശുദ്ധിക്കാർക്കും വലിയ അശുദ്ധികൾക്കും സലാം ചൊല്ലിയ സുന്നത്ത് തന്നെയാണ്. സലാം ചൊല്ലിയ സുന്നത്തും സലാം ചൊല്ലിയാൽ നടക്കൽ നിർബന്ധവുമാണ്. പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഷിയാക്കളോട് സലാം ചൊല്ലാൻ പറ്റും പാടുണ്ടോ എന്നൊക്കെ. മുബ്തദി ഷിയാക്കളെന്നല്ല, മുബ്തദീനോട് സലാം ചൊല്ലൽ കറാഹത്താവുന്നു. കറാഹത്താന്നല്ല, മുബ്തദീങ്ങൾക്ക് സലാം ചൊല്ലൽ സുന്നത്തില്ല. സലാം ചൊല്ലൽ സുന്നത്തല്ല. സലാം ചൊല്ലൽ സുന്നത്താണ്. സലാം ചൊല്ലാൻ നടക്കൽ നിർബന്ധമാണ്. സുന്നത്തില്ലാത്ത സലാമിന് നടക്കൽ നിർബന്ധമില്ലാന്ന്. അപ്പൊ ഷിയാക്കളാവട്ടെ ഏത് മുബ്തദീങ്ങളാവട്ടെ അവർക്ക് സലാം ചൊല്ലൽ സുന്നത്തില്ല. അവർ സലാം ചൊല്ലിയാൽ മടക്കൽ നിർബന്ധവും ഇല്ല. പിന്നെ ഓതേണ്ട സൂറത്ത് ഏതാണ്? മജ്ലിസുൽ ഫുർഖാൻ എന്ന പിയമാണ് ഓതേണ്ട. ഒരു റുഹാൻസ്കാത്തിലായിരിക്കില്ലേ? റുഹാൻസ്കാത്തിൽ ആദ്യത്തെ റക്അത്തിൽ വശംസി വദുഹാഹ, രണ്ടാമത്തെ റക്അത്തിൽ വല്ലുഹവലയിൽ സുന്നത്താണ്. ഏത് സൂറത്തും ഇനി വശംസി ഒരാൾക്ക് അറിയില്ല നിൽക്കുക, അല്ലെങ്കിൽ വല്ലുഹവലയിൽ അറിയില്ല, എന്നാൽ ഏത് സൂറത്തും ഓതാവുന്നതാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ത് ഓതാം. ഇനി സൂറത്തൊന്നും ഓതില്ല, ഫാത്തിഹ മാത്രമേ ഓതിയത് നിൽക്കുക, എന്നാലും നിസ്കാരം സഹിയാകും. അതറിയാലല്ലേ? ഫർദ് സുന്നത്തിലാവട്ടെ സൂറത്ത് ഓതൽ സുന്നത്താണ്, നിർബന്ധമല്ല. ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്.
ദുഹാനിസ്കാരത്തിൽ ഷംസ് വലുഹാഹ ഓരുക സുന്നത്താണ്. രണ്ടാമത്തെ വല്ലുഹാവല്ലയിൽ ഒക്കെ അറിഞ്ഞ് ഏതൊരു സുന്നത്താണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും സൂറത്തിൽ ഓതിയാൽ മതി. ഇനി ഒരു സൂറത്തിൽ ഓതിയ ഫാത്തിഹ മാത്രം ഓതിയാലും നിസ്കാരം സഹിയാകും. പിന്നെ കോൽക്കളിയുടെ വിധി എന്താണ്? ഹദീസിൽ വല്ലതും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കോൽക്കളിയുടെ വിധി എന്താന്ന് നോക്കണം. അതിന്റെ വിധി നോക്കണം. ഇതുണ്ട് ഒരു ഊതുകൊണ്ടുള്ള കളിനെ കുറിച്ച് സാധാരണ പിന്നെ നോക്കാം. പിന്നെന്താണ്? അപ്പോ ഇത്രയും ചോദ്യങ്ങൾ തന്നെ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരും പറഞ്ഞതും കേട്ടതും ഇതിൽ പങ്കെടുത്തതൊക്കെ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ഇത് അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു ഖിദ്മത്തായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ദീനിനെ കുറിച്ച് പഠിച്ച് അതനുസരിച്ച് അമൽ ചെയ്യാതെ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു സാലിഹ്യങ്ങളും മുത്തഖീങ്ങളും ദീനിന്റെ അഹ്ലുകാരും ആക്കട്ടെ. അവരെ കൊണ്ട് മുസ്ലിം സമുദായത്തിനും കുടുംബത്തിനും അള്ളാഹു ഉപകാരം നൽകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതം മുഴുവൻ അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കുകയും അവസാനം നമ്മുടെ ആഖിബത്ത് നല്ല രീതിയിലാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പൂർണ്ണമായ ഈമാനോടുകൂടി മരിച്ച് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. വാഹു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.